കഴിഞ്ഞ 3 ആഴ്ച PV അൻവർ MLAയുടെ അഴിഞ്ഞാട്ടമായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെയും സ്വന്തം പാർട്ടിയിൽ നിന്നും ഉണ്ടാകാത്തത്ര വലിയ വിമർശനങ്ങളാണ് പിണറായി വിജയൻ്റെ ഓഫീസിന് നേരെ ഇടത് സ്വതന്ത്ര MLA അൻവർ ഉന്നയിച്ചത്. എന്നാൽ ഇത്ര ശക്തമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും എല്ലാവരെയും അമ്പരപ്പിക്കുന്ന സംയമനമാണ് പാർട്ടിയിലെ സർവശക്തനെന്നറിയപ്പെടുന്ന പിണറായി വിജയൻ ഈ ദിവസങ്ങളിലെല്ലാം പ്രകടിപ്പിച്ചത്. ഒടുവിൽ മുഖ്യമന്ത്രി മൗനം മുറിച്ചപ്പോൾ ഏറ്റവും വലിയ ആശ്വാസം P. ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് തന്നെയാവും. ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ട് ആക്രമിക്കാതിരുന്ന അൻവർ പിന്നീടുള്ള ദിവസങ്ങളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പേരെടുത്ത് പറഞ്ഞ് ആക്രമിക്കുകയും ഏറ്റവും ഒടുവിൽ ശനിയാഴ്ച രാവിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് തൊട്ടുമുമ്പ് ശശിയാണ് ഭരിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് ആരെയും വിടില്ലെന്നും കടുത്ത ആരോപണം ഉന്നയിച്ചു. ആദ്യ ആരോപണം മുതൽ തന്നെ ശശിയുടെ കസേര ഇളകി എന്ന് കരുതിയവർക്കുള്ള കൃത്യമായ മറുപടിയാണ് ഈ 3 ആഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലും തെറ്റായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു. ഒരു പരിശോധനയും ഇക്കാര്യത്തിൽ ആവശ്യമില്ല. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അല്ലാത്ത നടപടി സ്വീകരിച്ച ശശിയല്ല ആരായാലും അവിടെ ഇരിക്കാൻ പറ്റില്ല. നിയമപ്രകാരം ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെ വിരോധം വെച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല ഇത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. അൻവറിനെ എന്നല്ല, ആർക്കും സംശയമൊട്ടും ബാക്കി നിൽക്കാതെ പിണറായി വിജയൻ വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ P. ശശിക്ക് 2ാം ടേമാണ്. ആദ്യം EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അന്നും പേരുദോഷം ഏറെ ഉണ്ടായെങ്കിലും ശക്തരിൽ ശക്തനായിരുന്നു. ആ സ്ഥാനത്തേക്ക് എത്തിച്ചത് പിണറായി വിജയനാണ്. അതിനു മുൻപേ തന്നെ SFI കാലത്തെ ശശി അറിയുന്നതിൻ്റെ ബലത്തിലാണ് ഈ സുപ്രധാന ചുമതലയിലേക്ക് എത്തിച്ചത്. VS അച്യുതാനന്ദൻ CPMൽ പ്രമാണിയായി വാഴുമ്പോൾ ശശിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയാതെ പാർട്ടിക്ക് പുറത്തു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നെങ്കിലും ആരോപണത്തിൻ്റെ ചൂടാറിയപ്പോൾ തിരിച്ചെത്തിക്കാനും പിണറായി തന്നെ മുൻകൈയെടുത്തു. ഒടുവിൽ തൻ്റെ ഓഫീസിൻ്റെ ചുമതല തന്നെ നൽകി പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ ബന്ധത്തിനൊട്ടും ഉടവ് തെറ്റാതെ പഴയ വിശ്വാസം കാക്കാൻ ശശിക്ക് കഴിയുന്നു എന്ന് തന്നെയാണ് പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ വ്യക്തമാകുന്നത്. അൻവർ എന്നല്ല, പാർട്ടി ഇടപെട്ടാൽ പോലും ഇനി ശശിക്ക് ഇളക്കമുണ്ടാവില്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണിത്. അൻവറിൻ്റെ പരാതിയിൽ പാർട്ടി അന്വേഷണം നടത്തിയാലും മറിച്ചൊന്നും സംഭവിക്കില്ല. ഒരന്വേഷണത്തിൻ്റെയും ആവശ്യമില്ല എന്ന പിണറായിയുടെ വാക്ക് വെറും വാക്കല്ല. തൻ്റെ ഉറ്റ തോഴനെ തനിക്കറിയാം. ആ വിശ്വാസം അതാണ് 1.5 മണിക്കൂറിലധികമുള്ള വാർത്താ സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രിയിൽ കണ്ടത്. പഴയ കോൺഗ്രസ്സുകാരനെന്ന് പറഞ്ഞ് അൻവറിനെ തള്ളിയ പിണറായി ഒപ്പം ഒരു സൂചന കൂടി നൽകിയിട്ടാണ് വാക്കുകൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. വാളുമെടുത്ത് ഇനി ഇറങ്ങിയാൽ ആദ്യം അകത്താകുക അൻവർ തന്നെയാവും. പോലീസ് കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്നു എന്ന ആരോപണത്തിൽ അൻവറിനെ പ്രതിക്കൂട്ടിലാക്കിയായിരുന്നു പിണറായിയുടെ സംസാരമത്രേ. MLAക്ക് മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന സൂചനയാണ് പിണറായി നൽകിയിരിക്കുന്നത്. പരസ്യ പ്രതികരണങ്ങൾ തുടർന്നാൽ തനിക്കും പലതും പറയേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സ്വർണവും ഹവാലപ്പണവും പിടികൂടുന്നതിൽ നിന്ന് പോലീസിനെ വിലക്കണമെന്ന ചിലരുടെ ആഗ്രഹം അംഗീകരിച്ചു കൊടുക്കാനാവില്ലെന്നുകൂടി മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു.